സർക്കാർ വീണ്ടും കടമെടുക്കുന്നു. പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴിയാണ് 1000 കോടി രൂപ സമാഹരിക്കാൻ ഒരുങ്ങുന്നത്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കാണ് കടമെടുക്കുന്നത്. ഒരാഴ്ച മുൻപ് 2000 കോടി രൂപ കടമെടുത്തിരുന്നു. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ 1000 കോടി അടിയന്തരമായി കടമെടുക്കാൻ, കടപ്പത്രം വഴി സമാഹരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഏത് ആവശ്യത്തിലേക്ക് ഈ പണം ഉപയോഗിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? വിജയകുമാർ, ശമ്പള വിതരണവും പെൻഷൻ വിതരണവുമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കുന്നത്. അതിനുശേഷം സർക്കാരിന് അടിയന്തരമായി സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്തം ക്ഷേമ പെൻഷൻ വിതരണമാണ്. മെയ് മാസത്തിലെ ക്ഷേമ പെൻഷനൊപ്പം കഴിഞ്ഞ വർഷത്തെ ഒരു കുടിശ്ശിക ഗഡു കൂടി നൽകുമെന്നാണ് ധനവകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ഗഡു കൊടുക്കണം. ഇത് 2600 കോടിയിൽ പരം രൂപ വേണം. ഈ ആവശ്യത്തിലേക്കാണ് ഇപ്പോൾ കടപ്പത്രം വഴി 1000 കോടി രൂപ പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കുന്നതെന്നാണ് നമുക്ക് ധനവകുപ്പിൽ ലഭിക്കുന്ന സൂചന. എന്തായാലും നേരത്തെ 2000 കോടി രൂപ കടമെടുത്തിരുന്നു. അത് ശമ്പളം പോലുള്ള അടിയന്തര ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചു കഴിഞ്ഞു. ഇനി ക്ഷേമ പെൻഷൻ പോലുള്ള മറ്റ് കടമകൾക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് കടമെടുക്കുന്നതെന്നാണ് കരുതുന്നത്. ഒരാഴ്ച മുൻപ് 2000 കോടി രൂപ കടമെടുത്തു. വീണ്ടും 1000 കോടി കടമെടുക്കാൻ ഒരുങ്ങുകയാണ്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ഉൾപ്പെടെ പൂർത്തിയാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.